ലഹരി എന്ന മഹാമാരി 987 മുതൽ ഐക്യരാഷ്ട്രസഭ ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. മദ്യം, മയക്കുമരുന്ന്, മറ്റു ലഹരി വസ്തുക്കൾ കെണിയിൽ മുതിർന്നവർ മുതൽ കുട്ടികൾ വരെ മറ്റു യൗവന പ്രായക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. സമൂഹത്തെ തിന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയെ നമ്മുടെ പരിസരങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രമോദ് സാർ ഉൾപ്പെടെയുള്ള പൊന്നാനിയിലെ എക്സൈസ് അംഗങ്ങൾക്ക് മുഹമ്മദ് അബ്ദുറഹ്മാൻ റെസിഡൻസ് അസോസിയേഷന്റെ അകൈതവമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, പിന്നെ എൻ്റെ ഗുരുനാഥന്മാർ, എന്നെ ചെറുപ്പം മുതൽ അറിയുന്ന പല ആളുകളും ഇരിക്കുന്നുണ്ട്. ഇവരുടെ മുന്നിൽ ഈ ഒരു പ്രോഗ്രാം എന്നെ ക്ഷണിച്ച് ഇവിടെ വന്നു നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. 76ാം റിപ്പബ്ലിക് ദിനവും 75ാം റിപ്പബ്ലിക് വാർഷികവുമാണ്. ഈ റെസിഡൻസ് അസോസിയേഷനിൽ പല പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുണ്ട്. പല ആവശ്യങ്ങൾക്കും പല പ്രവർത്തനങ്ങൾക്കുമായിട്ട് എത്തിയിട്ടുണ്ട്. വളരെ വൃത്തിയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മുൻപേ കുറച്ച് പല വൃത്തിയില്ലാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള അവസ്ഥയാണ് ഉള്ളത്. ഈ അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം. ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ ഇടയിലും മുതിർന്നവരുടെ ഇടയിലും അവർക്ക് വേണ്ട, അതിനടിമപ്പെട്ട ആളുകൾക്ക് വേണ്ട സഹായ സഹകരണങ്ങളും കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും മുതിർന്നവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കൊടുത്ത് പ്രവർത്തിച്ച് വരികയാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സാറൂടെ സൂചിപ്പിച്ചു, ലഹരിയുടെ അതിപ്രസരം ഉണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ റെസിഡൻസ് അസോസിയേഷൻ ഏരിയ തന്നെ പരിശോധിച്ചാൽ ഇവിടെയുള്ള ആളുകൾ 98% പേരും ഒരു തരത്തിലുള്ള ലഹരി വസ്തുക്കളും ഉപയോഗിക്കാത്തവരാണ്. ഒരു തരത്തിലും ഒരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കാത്തവരാണ്. എന്നാൽ ചെറിയൊരു ശതമാനം, 1-2% പേര് ചെറുതായിട്ടെങ്കിലും ഒക്കേഷണലി ചെറിയ കാലയളവിൽ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്ന അവസ്ഥയാണ്. ഇത് ചെറിയ അളവിൽ കൂട്ടി വരുമ്പോഴാണ് നമുക്ക് ഇന്ന് കാണുന്ന ഈ ഭവിഷ്യത്തുകൾ. ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ് വീഡിയോയിൽ ആനക്കര സ്കൂളിലെ ആ പ്രിൻസിപ്പലിന്റെ ക്യാബിൽ നടന്ന ആ സംഭവം. ആ പറയുന്ന വേർഡുകളും ആ പറയുന്ന വാക്കുകളും നമ്മൾ കണ്ടതാണ്. ഇവിടെ ധാരാളം അധ്യാപകരുണ്ട്. ഈ അധ്യാപകർ ഇതെല്ലാം കേട്ടതാണ്. ആ പഠിപ്പിക്കുന്ന കാലയളവിൽ, പഴയ കാലയളവിൽ ഇങ്ങനൊരു കുട്ടി പോലും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, സംസാരിച്ചിട്ടുണ്ടാവില്ല. ആ സംസാരിച്ച കുട്ടിയെ എനിക്കറിയാം, അവിടുത്തെ അധ്യാപകരെ എനിക്കറിയാം. ഈ വർഷം ജൂൺ മുതലേ ആ അധ്യാപകൻ കോണ്ടാക്ട് ചെയ്യുന്നു. ഈ കുട്ടിയെയും നമുക്കറിയാം. ഇത് പറയാനുണ്ടായ സാഹചര്യം, ആ കുട്ടിയുടെ മാനസിക സാഹചര്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സ്വന്തം ഉമ്മയെ, പ്രായമായ 50 വയസ്സോളം പ്രായമായ ഉമ്മയെ ട്യൂമർ ബാധിച്ചിട്ടുള്ള ആ ഉമ്മയുടെ അടുത്ത വീട്ടിൽ നിന്ന് കത്തി കൊണ്ടുവന്ന് തേങ്ങ പൊളിക്കാനാണ്, എന്തോ വെട്ടാനാണെന്ന് പറഞ്ഞെടുത്തു. കത്തി എടുത്തു കൊണ്ടുവന്ന് വെട്ടി പരിക്കേൽപ്പിച്ച് എന്ത് ചെയ്യണം, അത് ആ ഉമ്മ മരിക്കുകയാണ് ചെയ്തത്. ആ മരിച്ചപ്പോഴും ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോഴും ആ പയ്യൻ്റെ വാക്കുകളും ഭാവങ്ങളും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ മാനസിക അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കും. അപ്പോൾ ചെറിയ അളവിൽ ലഹരിയുടെ ഈ 98% പേര് ലഹരി ഉപയോഗിക്കാത്തവരാണ്. അതിൽ ചെറിയ അളവിൽ വർധനവ്, ഈ ഉപയോഗിക്കുന്നവരുടെ അളവിൽ ചെറിയൊരു ശതമാനം വർധനവ് വന്നപ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക.
ഈ 2% എന്നുള്ളത് 3%-ലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആ എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇതാണ് നമ്മുടെ സമൂഹത്തിലുള്ള അവസ്ഥ. അതൊരു 4-5% മാറിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സ്വസ്ഥമായിട്ടുള്ള ഒരു സ്വൈര ജീവിതം സാധ്യമാവുമോ? ഇല്ല. നമ്മൾ അതിൽ വളരെയധികം പങ്ക് നിർവഹിക്കേണ്ടതുണ്ട്. ഈ നല്ലൊരു റെസിഡൻസ് അസോസിയേഷൻ എന്ന രീതിയിൽ നല്ലൊരു പങ്ക് നിർവഹിക്കണം. നമ്മുടെ വീട്ടിലേക്ക് ഒരിക്കലും ഒരു ലഹരി വസ്തുക്കളും എത്തുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ മക്കൾ അതിൽ ഉൾപ്പെടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ നിന്ന് ഒരു 7ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ നിന്ന് ഒരു സാറ് വിളിക്കുക. സാറ് വിളിച്ചു, സാറ് തിരക്കിലാണോ? അത്യാവശ്യമാണ് സാറ്, എവിടെയാണെങ്കിലും ഒന്ന് വന്നേ തീരൂ. എന്താ സാറേ പ്രശ്നം? അന്വേഷിച്ചു. സാറൊന്ന് വരണം, നിർബന്ധമാണ്, വന്നേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഓടിയെത്തി. ചെന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു കുട്ടിയുടെ ഒരു വിഷയമാണ്, 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ വിഷയം. എന്താ വിഷയം വെച്ചെങ്കിൽ ആ പയ്യൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. ആ പയ്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ ഏകദേശം 3000 രൂപയാണ്. അവൻ കൂട്ടുകാർക്ക് ഏകദേശം അന്ന് 100 രൂപയിലധികം പൈസയ്ക്ക് മിഠായി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. 3000 രൂപ അവൻ്റെ ഇത് കിട്ടിയിട്ടുമുണ്ട്. ആ കിട്ടിയത് അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് ആ ഭാഗത്തിലെ ആ ക്ലാസ്സിലുള്ള ഏതോ കുട്ടികൾ ടീച്ചറോട് ഇൻഫർമേഷൻ കൊടുത്തു. ടീച്ചർ എല്ലാ ബാഗും ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ ഈ പൈസ കിട്ടിയില്ല. ഈ പയ്യൻ അത് ഷൂവിൻ്റെ ഷോക്സിൻ്റെ ഉള്ളിൽ വെച്ചു. അപ്പോൾ ആ പരിശോധിച്ച സമയത്ത് കിട്ടിയില്ല. അടുത്ത സമയമാകുമ്പോഴേക്കും ടീച്ചർക്ക് ഇൻഫർമേഷൻ കിട്ടി, അത് ഇന്ന സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. ആ ക്ലാസ്സിൽ നല്ല കുട്ടികൾ പറഞ്ഞു കൊടുത്തു ടീച്ചറോട്. ആ പറഞ്ഞു കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അത് ചെക്ക് ചെയ്യാൻ ചെന്നപ്പോഴേക്കും എന്ത് ചെയ്യാണ്, ഇവൻ ഇത് അടുത്ത പീരീഡിൽ ഇത് ചെക്ക് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവൻ നേരെ ടീച്ചറോട് വന്ന വഴിക്ക് തന്നെ 2-3 കുട്ടികൾ, ഇവൻ്റെ കമ്പിക്കാരായ കുട്ടികൾ പറയുകയാണ്, ടീച്ചറെ ബാത്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോവുകയാണ്. പോയിട്ട് അതെന്ത് ചെയ്തു, അവൻ PT റൂമിൽ ഒരു ഗ്ലാസിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചു. ആ സമയത്തും കിട്ടിയില്ല. സ്കൂൾ വിട്ട സമയത്ത് ടീച്ചർ അറിഞ്ഞു ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്ന്. ആ പോയി നോക്കി എടുത്തു നോക്കിയപ്പോൾ ആ 3000 രൂപയുണ്ട്. ആ കുട്ടിയെ വിളിച്ചു പോകുന്നതിന് മുന്നേ, സ്കൂൾ വിട്ട് പുറത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞ എന്താ അറിയോ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികൾ, നമ്മുടെ കുട്ടികളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. മൊബൈലിൽ ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ആളുകളടക്കം, ഞാനടക്കം, നമ്മുടെ മൊബൈലിൽ ഒരു ബാങ്കാണ്. ഇന്ന് പൈസ